ഇനി നമുക്ക് പോകേണ്ടത് പാലക്കാട് നഗരസഭയിലേക്കാണ്. അവിടെ മൂന്നാം തവണയും BJP ഭരണത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ട്. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP ഭരിക്കാനാണ് സാധ്യത. സ്വതന്ത്രനെ മുൻനിർത്തി UDF LDF സംയുക്ത ഭരണത്തിനുള്ള സാധ്യത കൂടി ആരായുന്നുണ്ട്. UDF LDF ഒന്നിച്ച് ഭരണം പങ്കിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാവില്ല എന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. എന്തായാലും വരും ദിവസങ്ങളിൽ അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. BJP ഭരിക്കുകയാണെങ്കിൽ സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ് ചെയർമാനാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. പാലക്കാടേക്ക് പോകാം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഇനിയിപ്പോൾ തുടർ ഭരണം ഇനിയിപ്പോൾ എങ്ങനെയാകും, ആരായിരിക്കും നഗരസഭ ഭരിക്കുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം ഈ അവസരത്തിൽ നൽകാൻ കഴിയില്ല. ഒരു സ്വതന്ത്രനെ മുൻനിർത്തിക്കൊണ്ട് LDF UDF സംയുക്ത ഭരണത്തിനുള്ള സാധ്യത അത് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയുമോ? അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഗുഡ് മോർണിംഗ് നൗഫൽ, ജിൽസി. പാലക്കാട് നഗരസഭാ ഭരണം ആർക്ക് എന്നത് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെ നിൽക്കുകയാണ്. കേവല ഭൂരിപക്ഷം BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ആദ്യ തവണ BJPയുടെ അധികാരത്തിൽ വന്നത്. നിലവിൽ 25 വാർഡുകളിൽ വിജയിച്ചാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP നിൽക്കുന്നത്. ഈ 10 വർഷം മുൻപ് അവർക്ക് 24 സീറ്റുമായാണ് അവർ കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഭരിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ 28 സീറ്റുമായി കേവല ഭൂരിപക്ഷം ലഭിച്ചു. നിലവിൽ 25 സീറ്റാണ്. 27 സീറ്റ് ലഭിച്ചാൽ മാത്രമേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതായത് LDFും UDFും സ്വതന്ത്രനായ റഷീദിനെയും ചേർത്ത് കഴിഞ്ഞാൽ 29 ആകും. അങ്ങനെ വേണമെങ്കിൽ അത്തരമൊരു ഭരണത്തിലേക്ക് പോകാൻ കഴിയും. റഷീദിനെ ഈ ചെയർമാനാക്കാൻ ഈ CPM-നും തടസ്സമില്ല. അവർക്ക് കൈപ്പത്തിയിലോ കോണിയിലോ വിജയിച്ച മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളെ പിന്തുണയ്ക്കാനേ തടസ്സമുണ്ടാവുകയുള്ളൂ. കോൺഗ്രസ് വിമതനായി മൊബൈൽ ചിഹ്നത്തിൽ മത്സരിച്ച റഷീദിനെ പിന്തുണയ്ക്കുന്നതിൽ CPM-ന് തടസ്സമുണ്ടാവില്ല. പക്ഷേ ഈ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഒരുപോലെ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ 4 മാസം മാത്രമാണ് ഉള്ളത്. ആ സമയത്ത് ഇങ്ങനെ ഒരു സംയുക്ത ഭരണം വരികയാണെങ്കിൽ അത് BJP വലിയ തോതിൽ ആയുധമാക്കുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്, മലമ്പുഴ അടക്കമുള്ള മണ്ഡലത്തിൽ ഒരു പക്ഷേ അത് BJPക്ക് ഗുണകരമാകാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല അത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയൊരു പ്രചരണ ആയുധമാക്കി BJP മാറ്റും. അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിലേക്ക് പോകാതിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇത് സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ഒരു ചർച്ച കോൺഗ്രസിൽ നടക്കുന്നുണ്ട്, KPCC തലത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ഈ ഒരു നഗരസഭാ ഭരണം കൊണ്ട് നിയമസഭാ സീറ്റുകൾ നഷ്ടപ്പെടാത്ത വിധമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. അങ്ങനെ BJP കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും അധികാരത്തിൽ വരികയാണെങ്കിൽ E കൃഷ്ണദാസ്, അതായത് സംസ്ഥാന ട്രഷറർ ചെയർമാൻ ആകാനാണ്. അദ്ദേഹം നിലവിൽ വൈസ് ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തെ ചെയർമാനാക്കി മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് വിരളമാണെന്ന് മനസ്സിലാക്കാൻ. കാരണം എന്താ വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ മറ്റൊരു കൂട്ടുകെട്ടിലേക്ക്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പരസ്പരം ശത്രുക്കളായി നിൽക്കുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിക്കുന്ന ഒരു സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ ജോയിൻ ചെയ്യാൻ തന്നെ CPM വളരെയധികം മടിച്ചിരുന്നതുമാണ്. കാരണം കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യം ഉണ്ടെങ്കിലും കേരളത്തിൽ അത് വേണ്ട എന്നുള്ള നിലപാടാണ് രണ്ട് കൂട്ടരും സ്വീകരിച്ചിട്ടുള്ളത്.